വീക്കെൻഡ് ജോലിയില്ലാത്തതുകൊണ്ട് കുറച്ചധികം വൈകി പതിവ് പോലെ 10 മണിയായപ്പോഴാണ് എണീറ്റത്. കൊടൈക്കനാൽ പോയി വന്നേ പിന്നെ ബുള്ളറ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലൂപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് റേഷൻ കടയിൽ പോകാനുണ്ട്. റേഷൻ കിട്ടാൻ ഓരോരുത്തരും മസ്റ്ററിങ് ചെയ്യണമെന്ന് നിർബന്ധമാക്കിയേക്കാണ്. അതുകൊണ്ട് ഞാനാന്ന് എനിക്ക് പോലും മനസ്സിലാവാത്ത എൻ്റെ ഒരു ആധാർ കാർഡ് കൊടുത്തിട്ട് ഞാൻ ചെന്നു. 5 മിനിറ്റ് കൊണ്ട് അത് റെഡിയാക്കി തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് അടുത്തൊരു പരിപാടി ഓർത്തത്. അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. അത് ശരിയാക്കാനാണെങ്കിൽ എനിക്ക് മറ്റൊരു വരെ പോവുകയും വേണം. ചെറിയൊരു സ്ക്രൂവിന്റെ പ്രശ്നമുള്ളൂ. ഈ ഹോണ്ട സ്വിച്ച് കിടന്ന് ആടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അടുത്ത പണി ഈ വൈപ്പറായിരുന്നു. കുറെ നാളായിട്ട് കലവില സൗണ്ട് ആയിരുന്നു. ഇപ്പൊ അതും റെഡിയാക്കി. കുറെ നാളായി ഈ കംപ്ലൈൻറ്റ്സ് വന്നിട്ട്, പക്ഷെ ശരിയാക്കാനായിട്ട് എനിക്ക് നല്ല മടിയായിരുന്നു. പക്ഷെ മടിയില്ലാത്തൊരു കാര്യമുണ്ട്, അതിനാണ് നമ്മളിപ്പോൾ വന്നതാണ്. സമയം ഇപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ നെല്ലിക്കയിലേക്ക് വന്നത്. നമ്മുടെ എറണാകുളത്തൊക്കെയുള്ള അതേ നെല്ലിക്ക ഇപ്പോൾ അങ്കമാലിലും തുടങ്ങിയിട്ട്, അങ്കമാലിൽ ഹംഗ്രി ടൗൺ ഫുഡ് കോർട്ടിലാണ് ഇവർ തുടങ്ങിയത്. നല്ല ചൂട് നെല്ലിക്ക കഞ്ഞിയും അതുകൂടാതെ ഒരു ബീഫ് ഫ്രൈയും. രാവിലെ വേറെ ഒന്നും കഴിക്കാതെ ഒരു കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണ് ആ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഉപ്പിലിട്ട നെല്ലിക്ക കൂടെ വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി.